എടുക്കാനായിട്ട് പോകുന്ന ലെസൺ ഷൂട്ട് സിസ്റ്റമാണ്. ഷൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാൻ ബോർഡ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നിവർന്ന ഭാഗവും പിന്നെ ഏരിയലായിട്ടുള്ള ഭാഗവുമാണ് ഷൂട്ട് സിസ്റ്റം. അത് ഗ്രോ ചെയ്യുന്നത് മുകളിലേക്കാണ്. അത് സോയിലിൻ്റെ മുകളിൽ വളരുകയും പിന്നെ സീഡിൻ്റെ ഒരു ഭാഗമായ എംബ്രിയോ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജായ പ്യൂമോളിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അതിലുൾപ്പെടുന്നതാണ് സ്റ്റെമ്മ്, ബ്രാഞ്ച്, ലീവ്സ്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ്. ഈ ഒരു ലെസണിൽ ഈ സ്റ്റെമ്മ്, ഫ്രൂട്ട്, ഫ്ലവർ, ലീഫിൻ്റെ മോഡിഫിക്കേഷൻ അഥവാ മാറ്റങ്ങളും സ്ട്രക്ചറും ടൈപ്സും ആണ് പഠിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെമ്മിൻ്റെ സവിശേഷതകൾ നോക്കാം. ഒന്നാമത്തേത് പ്യൂമോള്. പ്യൂമോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രൂണത്തിൻ്റെ ഒരറ്റം. പ്യൂമോളിൻ്റെ നീണ്ടു നിൽക്കുന്ന അവസ്ഥയിൽ കാണപ്പെടുന്നു. രണ്ടാമത്തേത് പ്രകാശത്തിലേക്ക് വളരുന്ന, അതിന് പറയുന്നതാണ് പോസിറ്റീവ് ഫോട്ടോട്രോപിക്. ഗ്രാവിറ്റിയിൽ നിന്ന്, അതിന് പറയുന്നതാണ് നെഗറ്റീവ്ലി ജിയോട്രോപിക്. ഗ്രാവിറ്റിയിൽ നിന്ന് അകലെ വളരുകയും വളയുകയും ചെയ്യുന്നു. മൂന്നാമത്തേത് നോഡുകൾ, ഇൻ്റർനോഡുകൾ എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. നോഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലയുടെ അറ്റാച്ച്മെൻറ്റ് പോയിൻ്റ്. ഇൻ്റർനോഡുകൾ എന്ന് പറഞ്ഞാൽ രണ്ട് നോഡുകൾക്കിടയിലുള്ള പ്രദേശങ്ങൾ. പിന്നെ നാലാമത്തേത് നോഡുകളിൽ ഇലകളും ശാഖകളും പൂക്കളും വഹിക്കുന്നു. ചെടികൾ മുകളിലേക്ക് വളരുന്നതിന് അഗ്രഭാഗമോ അല്ലെങ്കിൽ ആക്സിലറി ആയ അഥവാ ലീഫിൻ്റെ ആക്സിയൽ ഭാഗത്തുണ്ടാകുന്ന ബഡ്സ്, പിന്നെ ലാറ്ററൽ ശാഖകൾക്ക് കാരണമാകുന്ന വെജിറ്റേറ്റീവ് ബഡ്സ് വഹിക്കുന്നു. ആറാമത്തേത് പൂക്കൾ ഉണ്ടാവുന്നതിന് വഹിക്കുന്നത് ഫ്ലോറൽ ബഡ്സ് ആണ്. ഇനി തണ്ടിൻ്റെയും വേരിൻ്റെയും വ്യത്യാസങ്ങൾ നോക്കാം. തണ്ട് പ്യൂമോളിൽ നിന്ന് വികസിക്കുന്നു. റൂട്ട് റാഡിക്കിളിൽ നിന്ന് വികസിക്കുന്നു. രണ്ടാമത്തേത് ക്ലോറോഫിൽ ഉള്ളത് കാരണം സ്റ്റെമ്മ് പച്ച കളറാണ്. റൂട്ടാണെങ്കിലോ ക്ലോറോഫിൽ ആബ്സെൻ്റ് ആയതുകൊണ്ട് അത് ഗ്രീൻ കളറല്ല. മൂന്നാമത്തേത് നോഡ്സ് ആൻഡ് ഇൻ്റർനോഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. റൂട്ട് ഇൻ്റർനോഡ് ആൻഡ് നോഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നില്ല. നാലാമത്തേത് ലീവ്സ് വെജിറ്റേറ്റീവ് ആൻഡ് ഫ്ലോറൽ ബഡ്സ് വഹിക്കുന്നു. റൂട്ടാണെങ്കിലോ അതൊന്നും വഹിക്കുന്നില്ല. അഞ്ചാമത്തേത് സ്റ്റെമ്മിൻ്റെ അഗ്രഭാഗത്ത് ഒരു ക്യാപ്പും പ്രസൻ്റ് അല്ല. റൂട്ടാണെങ്കിലോ റൂട്ട് ക്യാപ്പ് ഈ അഗ്രഭാഗത്ത് പ്രസൻ്റ് ആണ്. സ്റ്റെമ്മ് പോസിറ്റീവ്ലി ഫോട്ടോട്രോപിക് അഥവാ പ്രകാശത്തിലേക്ക് വളരുന്നത് ആൻഡ് നെഗറ്റീവ്ലി ജിയോട്രോപിക് ആണ്. നെഗറ്റീവ്ലി ജിയോട്രോപിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാവിറ്റിക്ക് എതിരായി വളരുന്നത്. റൂട്ടാണെങ്കിലോ നെഗറ്റീവ്ലി ഫോട്ടോട്രോപിക് ബട്ട് പോസിറ്റീവ്ലി ജിയോട്രോപിക് ആണ്. തണ്ടിൻ്റെ ലാറ്ററൽ ബ്രാഞ്ചസിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് അഥവാ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് എക്സോജീനിയസ് ആണ്. എക്സോജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോഡെർമിസിൻ്റെ ഔട്ടർ ലെയറിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുക. റൂട്ടാണെങ്കിലോ ലാറ്ററൽ റൂട്ടിൻ്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് എൻഡോജീനിയസ് ആണ്. എൻഡോജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിസൈക്കിളിൻ്റെ ഉള്ളിലുള്ള ഭാഗത്ത് നിന്ന് ഒറിജിനേറ്റ് ചെയ്യുക. നെക്സ്റ്റ് പഠിക്കാനായിട്ട് പോണത് ഷൂട്ട് എപ്പിക്സ് ആണ്. ഷൂട്ട് എപ്പിക്സ് എന്ന് പറയുമ്പോൾ ടെർമിനലാണ്, ഡോം ഷേപ്പ്ഡ് പാർട്ട് ഓഫ് ഷൂട്ടാണ്. അത് ഫോം ചെയ്യും മെരിസ്റ്റംസ്. അതിന് പറയുന്നതാണ് എപ്പിക്കൽ ഷൂട്ട് മെരിസ്റ്റം. ഇത് പ്രാഥമിക സ്ഥിരമായ ടിഷ്യൂവിൻ്റെ വികാസത്തിനും വ്യത്യാസത്തിനും കാരണമാകുന്നു. ഇത് പ്രധാനമായും വളർച്ചയ്ക്ക് കാരണമാകുന്നു. ഇത് ട്യൂണിക്ക, കോർപ്പസ് എന്നിങ്ങനെ രണ്ട് മേഖലകളായി തിരിച്ചിരിക്കുന്നു. താഴെ കാണുന്ന പിക്ചറിൽ നമുക്ക് കാണാൻ കഴിയും. ഫസ്റ്റ് വൺ ആണ് ട്യൂണിക്ക. ട്യൂണിക്ക എന്ന് പറയുമ്പോൾ ഒരു മൂടി എന്ന അർത്ഥത്തിൽ നോക്കാം. ഷൂട്ട് അഗ്രത്തിൻ്റെ ഒരു പുറം മേഖല 1-3 പാളികൾ കട്ടിയുള്ളതാണ്. ഇത് പുറം തൊലിക്ക് കാരണമാവുകയും ചെയ്യുന്നു. പിന്നെ ഉപരിതല വളർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. കൂടാതെ അതിൻ്റെ കോശങ്ങൾ ആൻറ്റിക്ലിനലി മാത്രമായി വിഭജിക്കുന്നു. രണ്ടാമത്തേതാണ് കോർപ്പസ്. കോർപ്പസ് എന്ന് പറയുമ്പോൾ ബോഡി.
എല്ലാ ദിശകളിലേക്കും വിഭജിക്കുന്ന കോശങ്ങളുടെ ആന്തരിക മൾട്ടി ലെയേർഡ് സോണാണ്. ഒടുവിൽ പ്രോകാമ്പിയവും എന്ന് പറഞ്ഞാൽ വാസ്കുലാർ ടിഷ്യൂ രൂപീകരിക്കുന്നു, ഗ്രൗണ്ട് മെരിസ്റ്റവും എന്നിവയ്ക്ക് കാരണമാകുന്നു. ഈ കോശങ്ങളും ലീഫ് പ്രിമോഡിയ എന്ന് പറയുമ്പോൾ പുതുതായി വികസിക്കുന്ന ഇല ഉണ്ടാക്കുന്നു. നെക്സ്റ്റ് ആണ് ലാറ്ററൽ ശാഖകളുടെ ഉത്ഭവം. ലാറ്ററൽ ശാഖ എന്ന് പറയുമ്പോൾ സൈഡിലുള്ള ബ്രാഞ്ചസ്. ഇലകളുടെ ആക്സിയയിൽ കാണപ്പെടുന്ന ആക്സിലറി ബഡിൽ നിന്നാണ് ശാഖകൾ ഉണ്ടാകുന്നത്. ഓരോ ആക്സിലറി ബഡ് ചെറുതും ഒതുക്കമുള്ളതും അണ്ടർ ഡെവലപ്പ്ഡും ആണ്. ഈ ഷൂട്ട് റീജിയൻ കവേർഡ് ചെയ്തത് ലാർജ് നമ്പർ ഓഫ് ലീഫ് പ്രിമോഡിയ കൊണ്ടാണ്. ഈ ബഡിൻ്റെ ഇൻ്റർനോഡുകൾ വലുതായി ഒരു ശാഖയായി വികസിക്കുന്നു. അതിനാൽ ശാഖകളുടെ വികസനം എക്സോജീനിയസ് ആണ്. എക്സോ മീൻസ് പുറത്താണ്. ഇനി തണ്ടിൻ്റെ തരങ്ങൾ നോക്കാം. തണ്ട് ഏരിയൽ മീൻസ് ഔഷധ സസ്യങ്ങൾ, കുറ്റിച്ചെടികൾ, മരങ്ങൾ എന്നിവ പോലെ നിവർന്നു നിൽക്കുന്നതും നല്ല ശക്തിയുള്ളതും. രണ്ടാമത്തേതാണ് സബ് ഏരിയൽ, ദുർബലമായതും നിവർന്നു നിൽക്കാൻ കഴിയാത്തതും ഇഴജന്തുക്കളെ പോലെ കയറാനോ പറ്റിപ്പിടിക്കാനോ കഴിയാത്തത്. അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് അഥവാ മണ്ണിൽ കുഴിച്ചിടുകയും അനുകൂല സാഹചര്യങ്ങളിൽ മാത്രം ഏരിയൽ ശാഖകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. തണ്ടിൻ്റെ മാറ്റങ്ങൾ നോക്കാം. ഭക്ഷണം ഉൽപ്പാദിക്കുന്നതിനും സംഭരിക്കുന്നതിനും നേഷൻ അഥവാ അനുകൂലമായ കാലാവസ്ഥയെ മറികടക്കുക, മെക്കാനിക്കൽ പിന്തുണയും സംരക്ഷണവും നൽകുന്നതിനും സസ്യജന്യമായി പ്രചരിപ്പിക്കുന്നതിനായി തണ്ടുകൾ ഏരിയൽ, സബ് ഏരിയൽ എന്നിങ്ങനെ പല വിധത്തിൽ പരിഷ്കരിച്ചിരിക്കുന്നു. ഇനി തണ്ടിൻ്റെ തരങ്ങളും പരിഷ്കരണങ്ങളും നോക്കാം. ഫസ്റ്റ് അണ്ടർഗ്രൗണ്ട്. അതിൽ ഉൾപ്പെടുന്നത് റൈസോസം, കോണ്, ബൾബ്, ട്യൂബർ. ഇനി സബ് ഏരിയൽ റണ്ണർ, സ്റ്റോളൻ, ഓഫ്സെറ്റ്, സക്കർ. ഏരിയലിൽ ടെൻഡ്രിൽസ്, തോൺസ്, ഫൈലോക്ലൈഡ്, ക്ലാഡോഡ്. നെക്സ്റ്റ് അണ്ടർഗ്രൗണ്ട് മോഡിഫൈഡ് സ്റ്റംസ്. അണ്ടർഗ്രൗണ്ട് ആയതിനാൽ അവ വേരുകൾ പോലെ തോന്നിയേക്കാം. എന്നാൽ ഇവയുടെ സാന്നിധ്യം കാരണം നമുക്ക് അവയെ തണ്ടായി തിരിച്ചറിയാനും കഴിയും. ഒന്നാമത്തത് നോഡുകളും ഇൻ്റർനോഡുകളും. രണ്ടാമത്തത് പച്ചയില്ലാത്ത ഇലകൾ. മൂന്നാമത്തത് ബഡ്സ്. അവ രണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഓരോന്നായി നമുക്ക് നോക്കാം. മഞ്ഞുകാലത്ത് ഇലകളിലില്ലാത്തതും പ്രവർത്തനരഹിതവുമായി നിലകൊള്ളുകയും എന്നാൽ അനുകൂല സാഹചര്യങ്ങളിൽ ഏരിയൽ ഷൂട്ട് പുറപ്പെടുവിക്കുകയും ചെയ്യുന്നതിലൂടെ പ്രണൈറ്റിംഗ് ഘടനകളായി പ്രവർത്തിക്കുക. രണ്ടാമത്തേത് ഭക്ഷണം സംഭരിക്കുക, കട്ടിയുള്ളതും മാംസളവുമാക്കുക. നെക്സ്റ്റ് നമുക്ക് അണ്ടർഗ്രൗണ്ട് മോഡിഫൈഡ് സ്റ്റംസ് നോക്കാം. ഒന്നാമത്തേത് റൈസോം. കട്ടിയുള്ളതും മാംസമുള്ളതും പരന്നതുമായ തിരശ്ചീനമായ മണ്ണിൽ ഉപരിതലത്തിനടുത്തായി വളരുന്ന തണ്ട്. നോഡുകൾ ടെർമിനൽ ആക്സിലറിന് മുകളിലായിട്ട് വളരുന്നു. എക്സാമ്പിൾ ജിഞ്ചർ, ടോമറിക്. രണ്ടാമത്തേതാണ് കോണ്. ഗോളാകൃതിയിലുള്ള തണ്ട്, പരന്ന അടിത്തറയുള്ള ലംബമായി വളരുന്നു. ധാരാളം സ്കെയിലിൽ ഇലകൾ, വ്യത്യസ്ത നോഡുകൾ, ഇൻ്റർനോഡുകൾ, ബഡ്സ്, സാഹസിക വേരുകൾ എന്നിവ വഹിക്കുന്നു. എക്സാമ്പിൾ സാഫ്രോൺ മീൻസ് കുങ്കുമം. പിന്നെ യാം. മൂന്നാമത്തേത് ബൾബ്. ഓവർലാപ്പ് ചെയ്യുന്ന മാംസളമായ ഉണങ്ങിയ സ്കെയിലിൽ ഇലകൾ വഹിക്കുന്ന തിരക്കേറിയ നോഡുകളുള്ള കുറഞ്ഞതും പരന്നതുമായ ഡിസ്കോയിഡ് തണ്ടാണത്. ടെർമിനൽ ബഡ് പച്ച ഇലകൾ ഉണ്ടാക്കുന്നു. സാഹസിക വേരുകൾ ഡിസ്കോയിഡ് അടിത്തറയിൽ നിന്ന് വളരുന്നു. എക്സാമ്പിൾ ഉള്ളി, ഒനിയൻ. നാലാമത്തേത് ട്യൂബർ, കിഴങ്ങ്. അവ തണ്ടിൻ്റെ അണ്ടർഗ്രൗണ്ട് ലാറ്ററൽ ശാഖകളുടെ വീർത്ത ടിപ്പുകൾ അന്നജം പോലെ ഭക്ഷണം സംഭരിക്കുക. അതിന് എക്സാമ്പിളാണ് പൊട്ടാറ്റോ. താഴെ കാണുന്ന പിക്ചറിൽ നമുക്ക് ഓരോന്നും വ്യത്യസ്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് ആണ് സബ് ഏരിയൽ മോഡിഫിക്കേഷൻ ഓഫ് സ്റ്റെം. ഈ തണ്ടുകൾ ദുർബലമാണ്. അതിനാൽ നിലത്ത് സാഷ്ടാംഗം വീണ്ടു കിടക്കുക അല്ലെങ്കിൽ മണ്ണിൽ ഭാഗികമായി ഇവയെ നമുക്ക് കുഴിച്ചിടാം. അത്തരം തണ്ടുകൾ വഹിക്കുന്ന സസ്യങ്ങളെ ക്രീപ്പേഴ്സ് അല്ലെങ്കിൽ വള്ളികൾ എന്ന് പറയുന്നു. ഇവയുടെ സ്റ്റെം വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് വേണ്ടി സഹായിക്കുന്നു. നെക്സ്റ്റ് മോഡിഫിക്കേഷൻസ് ഓഫ് സബ് ഏരിയൽ സ്റ്റെംസ് നോക്കാം.
അതിലൊന്നാമത്തേതാണ് റണ്ണർ. അതിൻ്റെ ക്യാരക്ടേഴ്സ് നീളമുള്ള ദുർബലമായ നീളമുള്ള ഇടനാഴികളുള്ള നേർത്ത ശാഖ, മണ്ണിൻ്റെ ഉപരിതലത്തിൽ തിരശ്ചീനമായി കാണുന്നു. എക്സാമ്പിൾ പുല്ല്, ഓക്സാലിസ്. രണ്ടാമത്തേതാണ് സ്റ്റോളൻ. അത് മുകളിലേക്ക് വളരുന്ന ദുർബലമായ ലാറ്ററൽ ശാഖ, മണ്ണിനെ അഭിമുഖീകരിക്കാനും വേരുകളെ സ്ട്രൈക്ക് ചെയ്യാനും ചെറിയ പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനും സഹായിക്കുന്നു. എക്സാമ്പിൾ മിൻറ്റ്, പുതിനയില, പിന്നെ ജാസ്മിൻ. മൂന്നാമത്തേതാണ് ഓഫ്സെറ്റ്. അത് റണ്ണറെ പോലെയും എന്നാൽ കട്ടിയുള്ളതും ചെറുതുമായ ഒരു ചെറിയ ഡിസ്റ്റൻസിൽ വളരാൻ സാധിക്കുന്നത്. തുടർന്ന് മുകളിൽ ഇലകളുടെ കൂട്ടം, അതിന് പറയുന്നതാണ് റോസറ്റ്, ഉൽപ്പാദിപ്പിക്കുകയും താഴെ അഡ്വെൻറ്റീഷ്യസ് റൂട്ട് ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇത് കാണുന്നത് ജലസസ്യങ്ങളിലാണ്. അതിന് എക്സാമ്പിളാണ് വാട്ടർ ഹയാസിന്ത്. നെക്സ്റ്റ് സക്കർ. അത് മണ്ണിനടിയിൽ തേക്ക് തിരശ്ചീനമായി വളരുന്ന അണ്ടർഗ്രൗണ്ട് റണ്ണറാണത്. പിന്നീട് ചരിഞ്ഞ് മുകളിലേക്ക് ഉയർന്ന് വേരുകളെ സ്ട്രൈക്ക് ചെയ്ത് ഡോട്ടർ പ്ലാന്റ്സ് ഉണ്ടാക്കുന്നു. അതിന് എക്സാമ്പിളാണ് ക്രൈസാന്തമം. അതിന് പറയുന്നതാണ് പൂച്ചെടി. ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഡൗൺ ചെയ്യാം. പിന്നെ ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ വിവരം അറിയുന്നതിനായി താഴെയുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.